ഇന്നലെ പാതിര കഴിഞ്ഞും ഞാൻ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ചാനലുകളിലും നമ്മുടെ മലയാളം ചാനലുകളിലും ഇന്ത്യ കറാച്ചി ആക്രമിച്ചതായി വാർത്തകൾ വരാൻ തുടങ്ങി. കറാച്ചി ആക്രമിച്ചു, ബ്രേക്കിംഗ് ന്യൂസ്, ഐ ഹാവ് എ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് അർണബ് ഗോസ്വാമി പറയുന്നു. അതിനുശേഷം കറാച്ചി ആക്രമിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഐ ഹാവ് അനദർ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നു. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫിൻ്റെ വീടിൻ്റെ അടുത്ത് വലിയ സ്ഫോടനം നടന്നു എന്ന് പറയുന്നു. പിന്നെയും ബ്രേക്കിംഗ് ന്യൂസുകളുടെ പരമ്പരയാണ്. ഷഹബാസ് ഷെരീഫ് ബങ്കറിൽ ഒളിച്ചു എന്ന് പറയുന്നു. ഷഹബാസ് ഷെരീഫ് ഇറാനിലേക്ക് പോയി എന്ന് പറയുന്നു. ഇങ്ങനെ ഇത് കുറേ നേരത്തേക്ക് പോകുന്നു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ പട്ടാള മേധാവികളിൽ നിന്നോ പട്ടാള PROമാരിൽ നിന്നോ സ്ഥിരീകരണമില്ല. ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ ഒക്കെയുള്ള തള്ളാണ് ഇത് എന്ന് ബോധ്യപ്പെട്ട് ഞാൻ ഉറങ്ങാൻ പോയി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ പല മാധ്യമപ്രവർത്തകരും പുലർച്ചെ 3 മണി വരെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കി ഇത് കണ്ടുകൊണ്ടിരുന്നു എന്നാണ്. എനിക്ക് കുറേയും കൂടി അനുഭവവും പരിചയമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. ഇതാണ് മാധ്യമ മര്യാദ ഇല്ലായ്മ എന്ന് പറയുന്നത്. ഇത് ശിരൂരിലെ ഗംഗാവാലി പുഴയിൽ ഒരു ലോറി കാണാതായതുപോലെയോ വയനാട്ടിൽ ഭൂകമ്പം നടന്നതുപോലെയോ ഒക്കെ ഒരു ലൈവ് ടെലികാസ്റ്റ് നടത്താൻ പറ്റിയ വിഷയമൊന്നുമല്ല യുദ്ധം. ഒരു 45 ദിവസത്തേക്ക് യുദ്ധം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന പരിശീലനം പണ്ട് ജനറൽ സുന്ദർജി കരസേനാ മേധാവി ആയിരുന്ന കാലത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജോധ്പൂരിലെ വ്യോമത്താവളം, രാജസ്ഥാനിലെ നസീറാബാദിലെ കരസേനാ താവളം, മധ്യപ്രദേശിൽ മോവിൽ കോളേജ് ഓഫ് കോംബാറ്റ് യുദ്ധം പഠിപ്പിക്കുന്ന, നമ്മുടെ ഓഫീസർമാരെ യുദ്ധം പഠിപ്പിക്കുന്ന കോളേജ് ഓഫ് വാർ എന്നാണിപ്പോൾ അതിൻ്റെ പേര്. നാവിക പരിശീലനമൊക്കെ കൊച്ചിയിൽ INS തീർ അവിടെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് യുദ്ധകാലത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കണം എന്നില്ല. അതിൻ്റെ അകത്ത് അത് ഈ ഇൻ്റർമിറ്റൻ്റ് എന്ന് പറയുന്നത് പോലെ പല ഘട്ടങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം ഇന്നത്തെ യുദ്ധം പഴയ പോലെ 1962 1965 നടന്നതുപോലെ ടാങ്കുകൾക്ക്, ഇപ്പോൾ ആ യുദ്ധങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ നാറ്റ് എന്ന് പറഞ്ഞൊരു വിമാനം, പാറ്റൺ ടാങ്ക്. ഇന്ന് നമ്മൾ പാറ്റൺ ടാങ്ക് എന്നോ നാറ്റ് അല്ലെങ്കിൽ മിഗ് എങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അങ്ങനെയല്ല. മിസൈലുകളെ പറ്റിയും മിസൈൽ വേദ സംവിധാനങ്ങളെ പറ്റിയും ഇത്തവണ നമ്മൾ കേൾക്കുന്നത് റഫാലിനെ പറ്റിയും S-400നെയും പറ്റിയൊക്കെയാണ്. ഇറാഖ് യുദ്ധകാലത്ത്, അതായത് ഗൾഫ് യുദ്ധകാലത്ത് നമ്മൾ കൂടുതലും ആഘോഷിച്ചത് ഒരു മിസൈലിനെയാണ്, പാട്രിയറ്റ് മിസൈലിനെയാണ് നമ്മൾ കൊണ്ടാടിയത്. ഇത് ആകാശ യുദ്ധങ്ങളുടെ കാലമാണ്. അപ്പോൾ ആകാശ യുദ്ധങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഈ കറാച്ചി തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിമാനവാഹിനികൾ ആ രംഗത്ത് ഉണ്ടായിരുന്നിരിക്കണം. അതിന് നമ്മളുടെ ഏതെങ്കിലും ഈ നാവിക കേന്ദ്രമോ ഒക്കെ തകർക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തിയിരിക്കണം. അതല്ലാതെ നമ്മുടെ നാവികസേന തിരിച്ചാക്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയില്ല. അപ്പോൾ കറാച്ചി നമ്മൾ 1971 യുദ്ധത്തിലൊക്കെ ചിറ്റഗോങ് ഒക്കെ കൈകാര്യം ചെയ്തതുപോലെ കറാച്ചിയൊക്കെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ നമ്മൾ ജലയുദ്ധം കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ കറാച്ചിയെ കൈകാര്യം ചെയ്യാൻ പറ്റും. കറാച്ചിയിൽ നമ്മളൊരു ബ്ലോക്കേഡ്, അതായത് ഒരു ഉപരോധം തീർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നാവിക ഉപരോധം തീർക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. അതിനുള്ള ഘട്ടമൊക്കെ തയ്യാറായി വരുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ഈ യുദ്ധം അത്യാധുനികമായതുപോലെ തന്നെ മാധ്യമപ്രവർത്തനവും അതനുസരിച്ച് സമാന്തരമായി അത്യാധുനികമാകേണ്ടതുണ്ട്. അതല്ലാതെ ഇത് പഴയ ഒരു തനിനിറം പത്രത്തിൻ്റെ ഒരു തലത്തിലേക്ക് താഴുന്ന അവസ്ഥയാണ് ഇന്നലെ മലയാള ചാനലുകളിലും ഒക്കെ കണ്ടത്. ഡൽഹിയിൽ നിന്നുള്ള ചില ആളുകൾ ലൈവ് പറയുമ്പോൾ അവരുടെ ശ്വാസം നിലയ്ക്കുന്നതും ശബ്ദം പതറുന്നതും ശബ്ദമില്ലാതാകുന്നതുമൊക്കെ ചാനലുകളിൽ കാണുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് കള്ളവും അർദ്ധസത്യങ്ങളും. നമ്മൾ പഴയ രണ്ടാം ലോക യുദ്ധം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഗീബൽസിൻ്റേത്. ഈ ഗീബൽസ് എന്നുള്ള പേര് കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് ഇവിടെ അറിയാം. കേരളത്തിൽ തന്നെ അറിയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് യമണ്ടൻ എന്ന വാക്ക്. മലയാളത്തിൽ ഏറ്റവും വലുത് എന്നുള്ള അർത്ഥത്തിലാണ് യമണ്ടൻ എന്ന് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ 1914 കൊച്ചി തുറമുഖത്ത് വന്ന ഒരു ജർമ്മൻ കപ്പൽ ആയിരുന്നു എംഡൻ, EMDEN. ആ യുദ്ധക്കപ്പലിൻ്റെ പേരിൽ നിന്ന്, ആ യുദ്ധക്കപ്പൽ ഈ കേരളത്തിൽ ഒന്നാകെ ഉണ്ടാക്കിയ ഒരു ഭീതിയിൽ നിന്നാണ് ഈ യമണ്ടൻ എന്ന വാക്ക്, എംഡൻ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് വന്നത്. ഇത് 1914 സെപ്റ്റംബർ 22 മദ്രാസ് തുറമുഖം ആക്രമിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ആ തുറമുഖത്ത് ഈ എംഡൻ എന്ന് പറഞ്ഞ കപ്പലുണ്ടാക്കിയിരുന്നു. ആ കപ്പലിൽ ആ കാലത്ത് ചെമ്പകരാമൻപിള്ള തിരുവിതാംകൂറിൽ നിന്ന് ജർമ്മനിയിൽ പോയി പ്രവാസി വിപ്ലവകാരിയായി കഴിഞ്ഞ ചെമ്പകരാമൻപിള്ള ഉണ്ടായിരുന്നു എന്ന വിശ്വാസവും പലർക്കും ഉണ്ട്. അദ്ദേഹം ജർമ്മൻ പക്ഷത്ത് ചേർന്ന് അന്ന് ആക്രമണത്തിനെത്തിയതാണ് എന്നുള്ള വിശ്വാസവും ഉണ്ട്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഓർമ്മകൾ 1914 ജർമ്മൻ കപ്പലിൽ ജർമ്മൻ പട്ടാളക്കാർക്ക് കൊച്ചിയിൽ വിരുന്നു കൊടുത്തു കൊട്ടാരത്തിൽ എന്ന കാരണം കൊണ്ടാണ് കൊച്ചി രാജാവിനെ ആ കാലത്ത് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നത് എന്നും കഥയുണ്ട്. കാരണം ജർമ്മൻ പട്ടാളക്കാർക്ക് അദ്ദേഹം വിരുന്നു കൊടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമായില്ല, അങ്ങനെയാണ് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നത് എന്ന്. ഇങ്ങനത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ നമ്മുടെ നാട്ടിലും ധാരാളമുണ്ട്. ഗീബൽസിൻ്റെ പേര് ഞാൻ പറഞ്ഞു. യുദ്ധവുമായി ബന്ധപ്പെട്ട് ധാരാളം കള്ളങ്ങൾ പടച്ചുവിട്ട പട്ടാള ഓഫീസറാണ് ഹിറ്റ്ലറുടെ വലങ്കൈയായിരുന്ന ഗീബൽസ്. അതുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് ഗീബൽസിയൻ തന്ത്രം എന്നൊക്കെ ഇവിടെ കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതാക്കളുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഏത് യുദ്ധം നടന്നാലും ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് നമുക്കറിയാം. പാകിസ്ഥാന് പുറമെ ചൈനയും ധാരാളം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ആയുധങ്ങളൊക്കെ വെറും ആക്രിയാണ് എന്നുള്ള സത്യം വെളിപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മഹത്തായ ആയുധങ്ങളാണെന്നാണ് ചൈന പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പ്രചരണം വിശ്വസിച്ച് ഇവിടെ ചില പ്രവർത്തകർ പ്രചരിപ്പിക്കുകയും ചാനൽ പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കള്ളങ്ങൾ, അർദ്ധസത്യങ്ങൾ ഇത് പ്രചരിപ്പിക്കാതിരിക്കാനുള്ള, അതിൽ വിശ്വസിക്കാതിരിക്കാനുള്ള മര്യാദ, അത് പ്രക്ഷേപണം ചെയ്യാതിരിക്കാനുള്ള മര്യാദ, അത് എഴുതാതിരിക്കാനുള്ള മര്യാദ, ഇതൊക്കെ മാധ്യമപ്രവർത്തകർ പുലർത്തേണ്ട കാലമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ വല്ലാതെ ഈ യുദ്ധകാലത്ത് വഴിതെറ്റുന്നതായി കാണുന്നു. ആ ചാനലുകളും കേന്ദ്രം ഇടപെട്ട് പൂട്ടാതിരിക്കണമെങ്കിൽ സത്യം പ്രചരിപ്പിക്കാനുള്ള മര്യാദ, നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള മര്യാദ, ദേശാഭിമാനം ഈ മാധ്യമപ്രവർത്തകർ പുലർത്തണം. നമ്മുടെ തന്നെ ഒരു ആപ്തവാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സത്യമേവ ജയതേ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.